Hello everyone, this is നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കേ, അപ്പോൾ നമുക്ക് നമ്മുടെ റീസെന്റ് എക്സാംസ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ RRB എക്സാമിനെ സംബന്ധിച്ച് ALP എക്സാം കഴിയുകയുണ്ടായി, അതിന്റെ ആൻസർ കീ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ RPF SA എക്സാം കഴിഞ്ഞു, അതിന്റെയും ആൻസർ കീ വന്നിട്ടുണ്ട്. ദെൻ ജൂനിയർ എഞ്ചിനീയർ എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നടന്ന എക്സാംസ് ഒക്കെ ടോട്ടലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ നമ്മൾ സ്കീംസ് എന്ന് പറയുന്ന ഒരു പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കുറച്ച് സ്കീംസുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടോട്ടലി നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്ര ടൈമാണോ അപ്പോൾ ആ ടൈമിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. പിന്നീടുള്ള നിങ്ങളുടെ ടൈം എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളെ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ടോട്ടലി ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് യോഗ്യശ്രീ സ്കീം? ഓക്കെ, അപ്പോൾ യോഗ്യശ്രീ സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? യോഗ്യശ്രീ സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ CM ആയിട്ടുള്ള മമതാ ബാനർജിയാണ് യോഗ്യശ്രീ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ യോഗ്യശ്രീ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ CM ആയിട്ടുള്ള മമതാ ബാനർജിയാണ് യോഗ്യശ്രീ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. SSC ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഫ്രീ ആയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ഇതെന്ന് പറയുന്നത് യോഗ്യശ്രീ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യോഗ്യശ്രീ സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാൾ CM ആയിട്ടുള്ള മമതാ ബാനർജിയാണ് യോഗ്യശ്രീ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. SSC ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഫ്രീ ആയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ലോഞ്ച് ചെയ്ത സ്കീമാണ് യോഗ്യശ്രീ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ SSC ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഫ്രീ ആയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് യോഗ്യശ്രീ സ്കീം. അപ്പൊ യോഗ്യശ്രീ സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് മറക്കണ്ട ഏതാ? വെസ്റ്റ് ബംഗാൾ. എന്തിനു വേണ്ടിയിട്ടാ? SSC ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഫ്രീ ആയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ലോഞ്ച് ചെയ്ത സ്കീമാണ് യോഗ്യശ്രീ സ്കീം. ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി നമുക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് NDPC അതുപോലെ CGL ഗ്രൂപ്പ് D ഇനി വരാനിരിക്കുന്ന എക്സാംസ് ആയിട്ടുള്ള NDPC CGL ഗ്രൂപ്പ് D എക്സാം നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ലൈവ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് അതായത് ക്ലാസ് കാണുമ്പോൾ തന്നെ പ്രോപ്പർലി ഡൗട്ടുകൾ വരുവാണെങ്കിൽ ആ ടൈം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ദെൻ ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ല, അതിന്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ദെൻ ഇത് മാത്രമല്ല, പഠിത്തത്തിൽ നിങ്ങളെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ കോഴ്സിനോട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 22 മുതൽ 25 വരെയാണ് നിങ്ങൾ ഈ കോഴ്സസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ടിൽ, ഈ കാണുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8075753676 8012615062 ഈ 2 നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ഹു ലോഞ്ച് NBS വാത്സല്യ സ്കീം. NBS വാത്സല്യ സ്കീം ലോഞ്ച് ചെയ്ത ആരാണ്? അപ്പൊ NBS വാത്സല്യ സ്കീം ലോഞ്ച് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ നിർമ്മല സീതാരാമനാണ് NBS വാത്സല്യ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അറിയണം, NBS വാത്സല്യ സ്കീം എന്ന് പറയുമ്പോൾ എ പെൻഷൻ സ്കീം ഫോർ മൈനേഴ്സ് അല്ലെങ്കിൽ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ് NBS വാത്സല്യ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള പെൻഷൻ സ്കീം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താ? എ സ്ട്രോങ് ഫിനാൻഷ്യൽ സേഫ്റ്റി ഫോർ ചിൽഡ്രൻ. ചിൽഡ്രന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ സേഫ്റ്റി അതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ്. ഓക്കെ, എന്ന് പറയുന്നത് ഈ ഒരു സ്കീം പ്രകാരം പേരൻസിന് 1000 rupees ഇയർലി മിനിമം 1000 rupees ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സ്കീം പ്രകാരം മന്ത്ലി ബേസിലോ ഇയർലി ബേസിലോ നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇയർലി മിനിമം നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം? 1000 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം.
മാക്സിമം ലിമിറ്റ് ഇല്ല, മാക്സിമം നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മിനിമം ഒരു വർഷം നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, മന്ത്ലി ബേസിലോ അല്ലെങ്കിൽ ഇയർലി ബേസിലോ നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ആരാണ്? PFRDA. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ? NBS വാത്സല്യ സ്കീം. NBS വാത്സല്യ സ്കീം ലോഞ്ച് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ നിർമ്മല സീതാരാമൻ ആണ്. എ പെൻഷൻ സ്കീം ഫോർ മൈനേഴ്സ് അല്ലെങ്കിൽ ചിൽഡ്രന് വേണ്ടിയുള്ള ഒരു സ്കീമാണിത്. പേരൻസിന് അവരുടെ ചിൽഡ്രന് വേണ്ടിയിട്ട് 1000 രൂപ ആനുവലി, മിനിമം ആനുവലി 1000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇയർലി ബേസിലോ മന്ത്ലി ബേസിലോ നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല ഓർക്കേണ്ട കാര്യം, ഇയർലി മിനിമം 1000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ മാക്സിമം നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ NBS വാത്സല്യ സ്കീം ലോഞ്ച് ചെയ്ത ആരാണ്? അത് നിർമ്മല സീതാരാമനാണ് NBS വാത്സല്യ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം. അപ്പൊ വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം, ആ ഒരു സ്കീമിന്റെ പേരിൽ നിന്ന് മനസ്സിലായി. വിഡോ റീമാരേജ്, വീണ്ടും മാരേജ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സ്കീമാണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ ഈ വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത് ഈ ഒരു സ്കീം പ്രകാരം 2 ലക്ഷം രൂപ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നൽകിയാണ് ടു ദോസ് ഹു വാണ്ട് ടു റീമാരി. വീണ്ടും മാരേജ് ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപ വീതം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത്. വിധവ പുനർവിവാഹ പ്രോത്സാഹൻ യോജന. വിധവ പുനർവിവാഹ പ്രോത്സാഹൻ യോജന. വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം, വീണ്ടും മാരേജ് ചെയ്യുന്ന വുമണിന് 2 ലക്ഷം രൂപ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം. ഇങ്ങനെ ഒരു സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് ജാർഖണ്ഡ് ആണ്. ഓക്കെ, വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ജാർഖണ്ഡ് ആണ്. വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാർഖണ്ഡ് ആണ്. 2 ലക്ഷം രൂപ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ഏതെന്ന് പറയുന്നത്? വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ജാർഖണ്ഡ്. ഓക്കെ, അപ്പൊ വിഡോ റീമാരേജ് ഇൻസെന്റീവ് സ്കീം 2 ലക്ഷം രൂപ വീതം, വീണ്ടും മാരേജ് ചെയ്യുന്ന വുമണിന് 2 ലക്ഷം രൂപ വീതം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നൽകുന്ന സ്കീമാണ്. ഇത് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാർഖണ്ഡ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത സ്കീം എന്ന് പറയുന്നത് റീസെന്റ് ഹു ഹാസ് ലോഞ്ച്ഡ് അതിഥി സ്കീം. അതിഥി സ്കീം ലോഞ്ച് ചെയ്ത ആരാണ്? അപ്പൊ അതിനു മുന്നേ അതിഥി സ്കീമിന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. Aiding development of innovative technologies with IDEX. Okay, Aiding development of innovative technologies with IDEX. ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിഥി സ്കീം ലോഞ്ച് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് അതിഥി സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അറിയണം ഈ അതിഥി സ്കീം എന്തിനു വേണ്ടിയാണ് ലോഞ്ച് ചെയ്തത് അല്ലെ? അപ്പൊ അതിഥി സ്കീം ശരിക്കും ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഡിഫൻസ് ടെക്നോളജി ഇന്നോവേഷൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിഫൻസ് ടെക്നോളജി ഇന്നോവേഷൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് അതിഥി സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അലോക്കേഷൻ കൂടി അറിയുക. ഇതിന്റെ അലോക്കേഷൻ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 750 crore ആണ്. ഓക്കെ, അപ്പൊ അതിഥി സ്കീം എയ്ഡിംഗ് ഡെവലപ്മെന്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ്. അതിഥി സ്കീം ലോഞ്ച് ചെയ്ത ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. ഡിഫൻസ് ടെക്നോളജി ഇന്നോവേഷൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അലോക്കേഷൻ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 750 crore ആണ്. ഓക്കെ, അപ്പൊ അതിഥി സ്കീം ലോഞ്ച് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? രാജ്നാഥ് സിംഗ്. ഒന്നുകൂടി പറഞ്ഞിരുന്നു, എയ്ഡിംഗ് ഡെവലപ്മെന്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ്. ഇത് ലോഞ്ച് ചെയ്ത ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. ഡിഫൻസ് ടെക്നോളജി ഇന്നോവേഷൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അലോക്കേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ 750 crore ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന. ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് അത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസേബിലിറ്റി ഫേസ് ചെയ്യുന്ന 15 ലക്ഷം സീനിയർ സിറ്റിസണിന് ഇയർലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് 3000 രൂപ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയാണ്. ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസേബിലിറ്റി ഉള്ള 15 ലക്ഷം സീനിയർ സിറ്റിസണിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് 3000 രൂപ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞിരുന്നു, ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. 15 ലക്ഷം സീനിയർ സിറ്റിസൺ, ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസേബിലിറ്റി ഉള്ള 15 ലക്ഷം സീനിയർ സിറ്റിസണിന് 3000 രൂപ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കെ, അപ്പൊ ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. 15 ലക്ഷം സീനിയർ സിറ്റിസൺ, ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസേബിലിറ്റി ഉള്ള 15 ലക്ഷം സീനിയർ സിറ്റിസണിന് 3000 രൂപ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ഇതെന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ വയോശ്രീ യോജന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോഞ്ച് ചെയ്ത ഏത് സ്റ്റേറ്റ് ആണ്? മഹാരാഷ്ട്ര. അടുത്തെന്ന് പറയുന്നത് നമസ്തേ ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ഫോർ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള സ്കീമാണ് നമസ്തേ സ്കീം എന്ന് പറയുന്നത്? അപ്പൊ നമസ്തേ സ്കീമിന്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. നമസ്തേ, നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. ഇത് ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്ത ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് നമസ്തേ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. നമസ്തേ സ്കീം ലോഞ്ച് ചെയ്തത് ആരാണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് നമസ്തേ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. അപ്പൊ സാനിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സീറോ ഫാറ്റലിറ്റീസ് ഇൻ സാനിറ്റേഷൻ വർക്ക്. സാനിറ്റേഷൻ വർക്കിൽ സീറോ ഫാറ്റലിറ്റീസ്. അതുപോലെ സാനിറ്റേഷൻ വർക്ക് ഷുഡ് ബി പെർഫോംഡ് ബൈ സ്കിൽഡ് വർക്കേഴ്സ്. സാനിറ്റേഷൻ വർക്ക് സ്കിൽഡ് വർക്കേഴ്സ് പെർഫോം ചെയ്യുക. അപ്പൊ ഈ രണ്ട് എയിമോട് കൂടിയിട്ട് നമസ്തേ സ്കീം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ലോഞ്ച് ചെയ്ത സ്കീമാണ് നമസ്തേ സ്കീം എന്ന് പറയുന്നത്. നമസ്തേ സ്കീമിന്റെ ഫുൾ ഫോം അറിയണം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. ഓക്കെ, അപ്പൊ നമസ്തേ സ്കീം ലോഞ്ച് ചെയ്ത ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് നമസ്തേ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ? മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ ലോഞ്ച് ചെയ്തത് ആസാമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്? റൂറൽ വുമൺ ഓൺട്രപ്രണേഴ്സിനെ എംപവർ ചെയ്യുന്നതിനും അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആസാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത സ്കീമാണ് മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ ലോഞ്ച് ചെയ്ത ഏത് സ്റ്റേറ്റ് ആണ്? ആസാം. റൂറൽ വുമൺ ഓൺട്രപ്രണേഴ്സിനെ എംപവർ ചെയ്യുന്നതിനും അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആസാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ എന്ന് പറയുന്നത് റൂറൽ വുമൺ ഓൺട്രപ്രണേഴ്സിനെ എംപവർ ചെയ്യുന്നതിനും അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആസാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ആസാം. റൂറൽ വുമൺ ഓൺട്രപ്രണേഴ്സിനെ എംപവർ ചെയ്യുന്നതിനും അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആസാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലത്തുള്ള എമൗണ്ട് എക്സാമിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ക്യാബിനറ്റ് അലോക്കേറ്റഡ് ഡാഷ് ടോർ ഫോർ നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീം. നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീമിലോട്ട് നമ്മുടെ ക്യാബിനറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എത്ര കോടി രൂപയാണ്? അതായത് നമ്മുടെ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചറിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചറിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാബിനറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 2254 കോടി രൂപയാണ്. 2254.43 കോടി രൂപ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചറിനെ, നമ്മുടെ നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചറിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാബിനറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എത്ര രൂപയാണ്? 2254 crore ആണ്. അങ്ങനെയാണെങ്കിൽ
നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. നമ്മുടെ വേൾഡ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഡെഡിക്കേറ്റഡ് ടു ഫോറൻസിക് സയൻസ്. ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ് 2009 ഗുജറാത്തിലാണ് ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാബിനറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റുപ്പ എത്രയാണ്? 2254 കോടി രൂപ. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച്ഡ് സ്വയം സ്കീം ഫോർ യൂത്ത് എംപവർമെന്റ്? യൂത്ത് എംപവർമെന്റിന് വേണ്ടിയിട്ട് സ്വയം സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? അതായത് 18 to 35 വയസ്സുള്ള റൂറൽ ഏരിയയിലെ യങ് പീപ്പിളിന് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് 1 ലക്ഷം രൂപ വരെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ഏതെന്ന് പറയുന്നത്? സ്വയം സ്കീം എന്ന് പറയുന്നത്. മനസ്സിലായോ? 18 to 35 വയസ്സ് വരെയുള്ള റൂറൽ ഏരിയസിലെ യങ് പീപ്പിളിന് 1 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് സ്വയം സ്കീം എന്ന് പറയുന്നത്. ഈ സ്വയം സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് ഒഡീഷ. അപ്പൊ യൂത്ത് എംപവർമെന്റിന് വേണ്ടിയിട്ട് സ്വയം സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഒഡീഷയാണ്. 18 മുതൽ 35 വയസ്സ് വരെയുള്ള റൂറൽ ഏരിയയിലെ യങ് പീപ്പിളിന് 1 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് സ്വയം സ്കീം എന്ന് പറയുന്നത്. സ്വയം സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് ഒഡീഷ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച്ഡ് കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം. ഓക്കെ, അപ്പൊ കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ തമിഴ്നാട്. ഓക്കെ, കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാട്. 12,000 തമിഴ്നാട്ടിലെ 12,000 വില്ലേജ് പഞ്ചായത്തുകളിൽ സ്പോർട്സ് ഇക്വിപ്മെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്കീമാണിത്. ഓക്കെ, അപ്പൊ കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ 12,000 വില്ലേജ് പഞ്ചായത്തുകളിൽ സ്പോർട്സ് ഇക്വിപ്മെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്കീമാണ് കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം എന്ന് പറയുന്നത്. കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് തമിഴ്നാട്. പേരിൽ നിന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ 12,000 വില്ലേജ് പഞ്ചായത്തുകളിൽ സ്പോർട്സ് ഇക്വിപ്മെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്കീമാണ് എന്ന് പറയുന്നത് കലൈഗ്നാർ സ്പോർട്സ് കിഡ് സ്കീം എന്ന് പറയുന്നത്. ലോഞ്ച് ചെയ്ത് എവിടെയാണ്? തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ? മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ആത്മവിദ്യാലയ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മൈ സ്കൂൾ മൈ പ്രൈഡ് ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത ഹിമാചൽ പ്രദേശ് ആണ്. ഓക്കെ, മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത ഹിമാചൽ പ്രദേശ് ആണ്. എഡ്യൂക്കേഷന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത ഏത് സ്റ്റേറ്റ് ആണ്? അത് ഹിമാചൽ പ്രദേശ്. ഓക്കെ, മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് യുവനിധി സ്കീം? ഓക്കെ, യുവനിധി സ്കീം. അപ്പോ ഈ യുവനിധി സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ഇതിന് ആൻസർ പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് അഫയേഴ്സ് പറയുന്ന ഒരു പോർഷനിൽ എക്സാമിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അത് മാത്രമല്ല, നിങ്ങളിപ്പോ ഈ സ്കീം പഠിക്കുന്നത് ഇനി വരുന്ന എല്ലാ എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, കാരണം 2024 തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ എക്സാമിനും എന്താണ്? യൂസ്ഫുൾ ആണ്. സോ ക്ലിയർലി പഠിക്കുക. യുവനിധി സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ്. അപ്പൊ യുവനിധി സ്കീം ലോഞ്ച് ചെയ്ത് ജോബ്ലെസ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് യുവനിധി സ്കീം. ഓക്കെ, ജോബ്ലെസ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് യുവനിധി സ്കീം. കർണാടക CM ആയിട്ടുള്ള സീതാരാമയ്യ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ്. ജോബ്ലെസ് യൂത്തിന് വേണ്ടിയിട്ട് കർണാടക CM ആയിട്ടുള്ള സീതാരാമയ്യ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് യുവനിധി സ്കീം. ഓക്കെ, അപ്പൊ ജോബ്ലെസ് യൂത്തിന് വേണ്ടിയിട്ട് യുവനിധി സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? കർണാടകയാണ്. പ്രധാനമായിട്ടുള്ള ഇതിന്റെ എയിം എന്താണ്? ടു പ്രൊവൈഡ് അൺഎംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് ടു ഗ്രാജുവേറ്റ്സ് ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ്. ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അൺഎംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യുവനിധി സ്കീം എന്ന് പറയുന്നത് ജോബ്ലെസ് യൂത്തിന് വേണ്ടിയിട്ട് കർണാടക ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് ഇതെന്ന് പറയുന്നത് യുവനിധി സ്കീം. മറക്കാതെ ഓർത്തോളുക, യുവനിധി സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? അത് കർണാടക. യുവനിധി സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? കർണാടക. അടുത്ത സ്കീം എന്ന് പറയുന്നത് മഹതാരി വന്ദന യോജന 2024. മഹതാരി വന്ദന യോജന ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്.
വുമണിന് എക്കണോമിക് അസിസ്റ്റൻസ് ആയിട്ട് 1000 രൂപ മന്ത്ലി ഓഫർ ചെയ്യുന്ന സ്കീമാണ് എന്ന് പറയുന്നത് മഹദാരി വന്ദന യോജന എന്ന് പറയുന്നത്. മഹദാരി വന്ദന യോജന എക്കണോമിക് അസിസ്റ്റൻസ് ആയിട്ട് മന്ത്ലി 1000 രൂപ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ്. മഹദാരി വന്ദന യോജന സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് ഛത്തീസ്ഗഡ്. ഓക്കെ, മഹദാരി വന്ദന യോജന സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ഛത്തീസ്ഗഡ്. അടുത്തെന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് ഇന്ദിരാമ ഹൗസിംഗ് സ്കീം. ഓക്കെ, അപ്പൊ ഇന്ദിരാമ ഹൗസിംഗ് സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? ഇന്ദിരാമ ഹൗസിംഗ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് തെലങ്കാന. തെലങ്കാന CM ആയിട്ടുള്ള രേവന്ത് റെഡ്ഡിയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ദിരാമ ഹൗസിംഗ് സ്കീം, അപ്പൊ ഹൗസുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇതെന്ന് പറയുന്നത് ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ലാൻഡും അതിന്റെ കൂടെ തന്നെ 5 ലക്ഷം രൂപയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നൽകുന്ന സ്കീമാണ്. ലാൻഡ് പ്ലസ് 5 lakh രൂപ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് ഹൗസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ ലാൻഡും അതിന്റെ കൂടെ തന്നെ 5 ലക്ഷം രൂപയും നൽകുന്ന സ്കീമാണ് ഇന്ദിരാമ ഹൗസിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇന്ദിരാമ ഹൗസിംഗ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? തെലങ്കാന. ഓക്കെ, അപ്പൊ ഇന്ദിരാമ ഹൗസിംഗ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് തെലങ്കാനയാണ്. ലാൻഡ് പ്ലസ് 5 lakh രൂപ ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ലാൻഡും 5 ലക്ഷം രൂപയും പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ഇന്ദിരാമ ഹൗസിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇന്ദിരാമ ഹൗസിംഗ് സ്കീം സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? തെലങ്കാനയാണ്. ദെൻ അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് ശ്രമിക് ബസേര സ്കീം ഫോർ ലേബേഴ്സ്. ലേബേഴ്സിന് വേണ്ടിയിട്ട് ശ്രമിക് ബസേര സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ശ്രമിക് ബസേര സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ശ്രമിക് ബസേര സ്കീം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഗുജറാത്ത് ആണ്. ഓക്കെ, ശ്രമിക് ബസേര സ്കീം ലേബേഴ്സിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്ത്. ഹൗസിംഗ് ഫെസിലിറ്റി ടു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് ലേബേഴ്സ്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് ലേബേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും അതുപോലെ തന്നെ ലേബേഴ്സിനും. ഓക്കെ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും അതുപോലെ ലേബേഴ്സിനും വേണ്ടിയിട്ട് അവർക്ക് ഹൗസിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഒരു ദിവസം 5 രൂപ എന്ന നിരക്കിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും ലേബേഴ്സിനും ഹൗസിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ശ്രമിക് ബസേര സ്കീം എന്ന് പറയുന്നത്. മനസ്സിലായോ? ലേബേഴ്സിനും കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും ഡെയിലി 5 രൂപ എന്ന നിരക്കിൽ ഹൗസിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ശ്രമിക് ബസേര സ്കീം എന്ന് പറയുന്നത്. ഈ ശ്രമിക് ബസേര സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് ഗുജറാത്ത്. ഓക്കെ, അപ്പൊ ലേബേഴ്സിനും കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും ഡെയിലി 5 രൂപ എന്ന നിരക്കിൽ ഹൗസിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ശ്രമിക് ബസേര സ്കീം. ഇത് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്കീം എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് ഹിമാലയൻ ബാസ്ക്കറ്റ്. ഓക്കെ, ടു എംപവർ ലോക്കൽ എക്കണോമി ത്രൂ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിലൂടെ ലോക്കൽ എക്കണോമിയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിമാലയൻ ബാസ്ക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ആണ്? ഹിമാലയൻ ബാസ്ക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് CM ആയിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയാണ് ഹിമാലയൻ ബാസ്ക്കറ്റ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അഗ്രികൾച്ചറിലൂടെ ലോക്കൽ എക്കണോമിയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിമാലയൻ ബാസ്ക്കറ്റ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? അത് ഉത്തരാഖണ്ഡ്. ഓക്കെ, അഗ്രികൾച്ചറിലൂടെ ലോക്കൽ എക്കണോമിയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിമാലയൻ ബാസ്ക്കറ്റ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡ് ആണ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പോ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച സ്കീംസുകളെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ക്ലാസ് ഒന്നുകൂടി കേട്ട് നോക്കുക. അല്ലെങ്കിൽ പ്രോപ്പർലി ഇപ്പം ക്ലാസ് എൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ കൂടെ തന്നെ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ വീണ്ടും ഇടയ്ക്ക് റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.